നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഒരു യുവ ഗായകനാണ് ഇമ്രാൻ. സ്വാഗതം ചെയ്യാം ഇമ്രാൻ. നമസ്കാരം ബ്രോ. നമസ്കാരം ഷെഫേ. നമസ്കാരം. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തരണം. ഇദ്ദേഹം ഒരു അടിപൊളി കുക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. മത്സരം ഒരു ഷോയ്ക്കകത്ത് പല പല ടീംസൊക്കെ ആയിട്ടുള്ള മിക്കവാറും വിൻ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ടീം. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എനിക്ക് ഇല്ലേ, ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാചകിക്കും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു കരിമീൻ പൊള്ളിച്ചത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരിമീൻ പൊള്ളിച്ച് ഉണ്ടാക്കാനാണ്. ആദ്യം തന്നെ പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു, ലേശം ഉലുവ, ജസ്റ്റ് എണ്ണ ചൂടായി. അതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ കുറച്ച് ഷെഫേ ഇടയ്ക്കൊരു സംഭവം പറയട്ടെ. പറഞ്ഞോളൂ. ഒരു സർപ്രൈസ് തരാം. എന്ത് പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ല വന്ന. പിന്നാര്? ഷെഫിനെ കാണാൻ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. അതാരാണ്? ഒരുപാട് നിർബന്ധിച്ച് കൊണ്ടുവന്നേ. ആണോ? ഷെഫ് ഇതുവരെ കണ്ടിട്ടില്ല. പറയൂ, ആരാണത്? ഉമ്മ തന്നെ. അയ്യോ, എനിക്ക് വിളിക്കൂ, ഉമ്മയെ വിളിക്കൂ. ഉമ്മ, ഞാൻ പറയുന്നത് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പം. ഉമ്മ നമസ്കാരം. നമ്മുടെ നാട്ടുകാരാണ്. ഇങ്ങനെ ഒരു ഗായകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് വിളിച്ചു വരുത്തിയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഉമ്മയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഹീ ഈസ് റിയലി ഹാർഡ് വർക്കിംഗ് ഒരു പേഴ്സൺ. പാട്ടുള്ളപ്പം പാട്ടിന് വേണ്ടിയിട്ട്, അല്ലാത്തപ്പം എന്ത് ജോലിയും ചെയ്യണം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇടയ്ക്ക് ഇങ്ങനെ എനിക്കൊക്കെ മെസ്സേജൊക്കെ വരും. അദ്ദേഹം ചെയ്യാത്ത ജോലികളോ അല്ലെങ്കിൽ അതിനൊരു മടിയൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞ് പാട്ടാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് എല്ലാം ഒഴിവാക്കി. ഇപ്പം എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പം ഞാനിപ്പം ചെയ്യുന്ന വെച്ചാൽ ഓട്ടോ ഓടിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്. എവിടെയാണ്? കൊല്ലത്ത് തന്നെ. എങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നത്? അതിന് മുമ്പ് ഭയങ്കര ട്രെയിൻഡ് ആയിട്ട് ഒരു പാട്ടുകാരനായിട്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്? എങ്ങനെയാണ് ഇമ്രാന്റെ ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഇപ്പോഴും പഠിച്ചു? പാട്ട് കേൾക്കുന്നു, പാടാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ ഞാൻ പാടും. അപ്പോൾ എനിക്ക് ഉമ്മയെടുത്ത് ചോദിക്കാനുള്ള, ഉമ്മ എങ്ങനെ ഈ ചെറുപ്പം മുതലേ ഇമ്രാൻ പാട്ടൊക്കെ പാടി വരുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഭയങ്കര എങ്ങനെ ഈ ഒരു ആദ്യത്തെ ഷോ വരുന്നു, ഉമ്മയ്ക്കുണ്ടായ സന്തോഷം എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ? എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റിൽ കയറുമ്പോഴൊക്കെ ഈ പാട്ട് പാടും. അപ്പോൾ വാപ്പായ്ക്ക് വലിയ ഉദ്യോഗസ്ഥനാക്കണം അങ്ങനെ ആഗ്രഹമായിരുന്നു. ഞാൻ യേശുദാസിനെ പോലെ പാട്ടുകാരനാവുന്ന കൊച്ചിലേ മുതൽ ഇങ്ങനെ പറയും. ആണോ? അത്രയൊന്നും ആയില്ലെങ്കിലും അതെ, അല്ല അത്രയും വലിയ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും ആയി. എവിടെയല്ല, എത്രയോ രാജ്യങ്ങളിൽ പോയി? ഉറപ്പായിട്ടും ഇല്ലേ, അതൊക്കെ കഴിഞ്ഞ ആഴ്ച കുവൈറ്റിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി ഷോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന് ഇപ്പൊ ഉമ്മയ്ക്ക് മനസ്സിലായിരുന്നോ ഇദ്ദേഹം പാട്ട് പാടുന്നത്? വെറുതെ അമ്മ അങ്ങനെ ഒന്നും കുഞ്ഞിനെ പാടുമായിരുന്നു. പക്ഷേ അത് ഈ നമ്മളെ വീടിനടുത്തൊരു ഒരു പയ്യനുണ്ടായിരുന്നു, മടവൂർ സബാദ് മടവൂരാൻ. രാത്രി കറണ്ട് പോകുമ്പോ കിടന്ന് സിറ്റോട്ടിൽ കിടന്ന് പാട്ട്, അദ്ദേഹം ഇത് പാട്ട് പഠിക്കുമ്പോൾ സമയത്തുള്ള കാര്യം അദ്ദേഹം പാട്ട് കേട്ടിട്ട്
മോനെ കൊണ്ട് അവിടുത്തെ പള്ളിയെ പറ്റി ഒരു പാട്ട് പാടിച്ച് കാസറ്റിൽ പിടിപ്പിച്ചായിരുന്നു. അങ്ങനെ അത് കണ്ട് അന്നൊരു ചെറിയ കാസറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഓരോ ഓഡിയോ കാസറ്റ്, അന്നൊക്കെ കാസറ്റ് ആണല്ലോ. അപ്പം അന്ന് എന്നെ കൊണ്ട് പാടിപ്പിച്ചു ഒരു പാട്ട്. അങ്ങനെ ആ പാട്ട് പാടിയപ്പം വേറൊരു എം.ഇ. ഷാ എന്നുള്ള വേറൊരു പുള്ളിക്കാരൻ ഗാനമേളയൊക്കെ ചെയ്യുന്ന ആളാണ്, മാപ്പിള ഗാനമേള. അപ്പോൾ ആ കാസറ്റിൽ ഞാൻ ഒരു മാപ്പിള പാട്ടാണ് പാടി. അപ്പോൾ പുള്ളിക്കാരനെ പിറ്റേന്ന് എന്നെ ഒരു ഗാനമേളയ്ക്ക് വിളിച്ച്. അങ്ങനെ പിന്നെ അവിടെ തൊട്ട് പിന്നെ ഓരോരോ വലിയ വലിയ ഗാനമേള ട്രൂപ്പുകളും, കൊല്ലം നൗഷാദ് ബാബു അറിയായിരിക്കും 1921 സിനിമയിൽ പാടി. പുള്ളിയുടെ ഗാനമേള ട്രൂപ്പിലായിരുന്നു പിന്നെ മെയിൻ കുറേ നാൾ. പിന്നെ അവിടുന്ന് കേരളത്തിലുള്ള അത്യാവശ്യമുള്ള എല്ലാ ഗാനമേള ട്രൂപ്പുകളും പാടിയിട്ടുണ്ട്. വേദിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കാരണം നമ്മൾക്കൊരു പാട്ടിൻ്റെ ഒട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സ്റ്റാർ സിംഗർ വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോഴും നമുക്കറിയില്ല, എനിക്ക് ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോ അന്നൊരു ഫ്ലോർ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോ എന്താ സംഭവം. അപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് നമ്മളെ എം.ജി. സാറായിരുന്നു, എം.ജി. ശിവകുമാർ സാറായിരുന്നു, നമ്മളെ ബൈജു സാറായിരുന്നു പ്രൊഡ്യൂസർ. അപ്പം പെട്ടെന്ന് ഇന്ന് എന്നൊരു വാക്ക് കേട്ടു. പിന്നെ അവിടുന്ന് നിർത്താതെ ഫൈനൽ വരെ ഇങ്ങനെ കയറിപ്പോയി. അതൊരു വലിയൊരു അനുഭവം. പിന്നെ അതുപോലെ ഞാൻ പണ്ട് ടി വിയിൽ നമ്മുടെ ഷോ ഒക്കെ കാണുമായിരുന്നു. നമ്മൾ ഫിലിം വാട്സൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ആ സ്റ്റേഡിയത്തിൽ നിന്ന് പാടാൻ പറ്റിയെങ്കിലെന്നുള്ളത്. ഏതാണ് നമ്മളെ ട്രിവാൻഡ്രത്തെ. അപ്പോൾ അവിടെ പാടാൻ പറ്റിയിരുന്നെങ്കിലും. അപ്പം എന്തായാലും സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിന് അവിടെ പാടാൻ പറ്റി. അതുപോലെ ഉജാല ഫിലിം അവാർഡ്സിൻ്റെ ഒരു സ്റ്റേജിൽ അവിടെ പാടാൻ പറ്റും. ഞാൻ ആദ്യം ഇങ്ങനെ ടി വി കാണുന്നു, നാട്ടുകാരൊക്കെ വന്ന് പറയുന്നു ഉമ്മാടെ മകൻ ഇങ്ങനെ പാടി, അവരെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പൊ അന്നേരം ഉണ്ടായ സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എൻ്റെ മോൻ ഇങ്ങനെ ആയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പാട്ട് അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഓട്ടോ ഓടിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഓട്ടോ 5 വർഷമായിട്ട്. അപ്പൊ അത് എന്താണ് അങ്ങനെ ഒരു തീരുമാനം? അല്ല, അതാകുമ്പോൾ എനിക്ക് പ്രോഗ്രാം എല്ലാം എപ്പോഴും ഇപ്പൊ സീസൺ ആകുമ്പോൾ മാത്രം പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ മാസത്തിൽ 2-3 പ്രോഗ്രാം അങ്ങനെയൊക്കെ വരും. ഓട്ടാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ അതെ നിർത്തിയിട്ട് വരാം, വീട്ടിൽ ഇട്ടിട്ട് പോകാൻ സുഖമായിട്ട് പ്രോഗ്രാം. ആരും ചോദിക്കേണ്ട ഒന്നുമില്ല. അടുത്തല്ല, ഇവിടെ എറണാകുളം എല്ലൊക്കെ ഒന്നും ഓട്ടയിൽ തന്നെ. അതിനിടെ 2 ട്രിപ്പ് കൂടെ എടുക്കൂ? അതില്ല, ഞാനിപ്പോ അനിയനൊക്കെ ആയിരിക്കും കൂടെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓടിച്ചിങ്ങായാലും പ്രോഗ്രാം പോകും. അപ്പൊ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ എന്ത് പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യാറില്ല. പിന്നെ പാട്ടൊന്ന് കേൾക്കുക, പോയി പാടുക, ഇത്രേ ഉള്ളൂ. അല്ല, പാട്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അങ്ങനൊന്നുമില്ല. വരുന്ന പാട്ടുകൾ ഇമ്രാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഏത് ഭാഷയിലുള്ളതാണ്? മലയാളം എന്തായാലും തമിഴാണ്. എനിക്കൊരു തമിഴ് പാട്ട് കൂടെ പാടി തുടങ്ങാം. ഉറപ്പായിട്ടും. ഒരു തമിഴ്. അതിനുമ്പ് നമ്മൾ ഈ സംഭവം കരിമീനല്ലേ പക്ഷെ പറഞ്ഞു. കരിമീൻ്റെ എന്താ സംഭവം? കരിമീൻ എൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ റെസിപ്പി പറഞ്ഞല്ല. നമ്മൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ലേശ ഉലുവ, അതിനുശേഷം കടുകിട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞ് മാത്രമാണ്. ഇത് വേണമെങ്കിൽ സവാളയൊക്കെ ഇടാം, ചെറിയ ഉള്ളി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫിഷിനെ ഒന്ന് ഇലക്കകത്ത് തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പോൾ പാനിനകത്ത് ഫിഷ് ഗ്രില്ല് മറിനേറ്റ് ചെയ്തു. സാധാരണ കരിമീൻ എടുക്കുക. ഇത് ഏത് മീൻ വെച്ച് എടുക്കാം. കരിമീൻ വെച്ചാകുമ്പോൾ കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. കരിമീൻ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി വരഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും നാരങ്ങ നീരോടെ ചേർത്തൊന്ന് കുക്ക് ചെയ്യാൻ തോന്നില്ല ഇപ്പൊ തന്നെ. അത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മസാല ഇങ്ങനെ ചെറിയ ഉള്ളിയായിട്ട് ഇട്ടു. ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസ് ആഡ് ചെയ്യാണ്. കൂടുതലൊന്നുമില്ല, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി തക്കാളിയൊക്കെ ഇട്ട് ഈ മസാല റെഡി. ഇതിനകത്ത് വാളംപുള്ളിയാണ്. ചിലടത്ത് നാരങ്ങ നീരൊഴിക്കും, ചിലടത്ത് കുടംപുളി ഇടും, ചിലത്ത് മാങ്ങയിട്ടും പുള്ളിച്ചുണ്ടാക്കും. പലതരത്തിലുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട പുളി ചേർക്കാം. നമ്മൾ കൊല്ലംകറിയൊക്കെ അവിടെ വാളംപുള്ളിയാണ് ഇഷ്ടം. അല്ല, ഞാനങ്ങനെ വാളംപുള്ളി മാങ്ങ 2 യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എനിക്ക് നമ്മുടെ മീൻകറി മെയിനായിട്ട് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം എന്ത് തരം മീൻകറിയാ? തേങ്ങ അരച്ചാണോ? മീൻകറി അല്ല, മറ്റേ മുളകിട്ടത്. മുളകിട്ട്. ഉമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഇമ്രാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഇത്രയും അന്ന് നമ്മൾക്ക് ചിക്കൻ കറി പ്രൈസ് കിട്ടിയതോ? ചിക്കൻ കറിയും ചപ്പാത്തി. അല്ല, കറികൾ എനിക്ക് അത്യാവശ്യം ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയൊക്കെ ഉള്ള വെക്കാനറിയാം. ഫിഷ് നമ്മളിങ്ങനെ ഇലക്കകത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. പക്ഷേ നമ്മളിത് ഇത്രയും പൊള്ളിച്ചെടുക്കുക എത്ര സമയം വേണ്ടി വരും? ഒരു സാധാരണ മീനൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ 3 മിനിറ്റ്സ്. ഒരു സൈഡിൽ ഇലയിലിട്ട് പൊള്ളിച്ച് കാരണം ഈ സൈഡ് കറക്റ്റ് ആണ്. തൊലി പോവാണ്ട് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ അടുത്ത സൈഡിലൂടെ ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ അതിനകത്ത് തക്കാളി ചേർത്തു. ആ ഉള്ളി മസാലയും സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം തക്കാളി ആഡ് ചെയ്തു. ഇനി ഒരല്പം പുളിക്ക് ഒരു കുറച്ച് ശേഷം നല്ല കട്ടിയുള്ള വാളംപുളിക്ക് ഒരു അല്പം ഇട്ടു. ഇപ്പോൾ തമിഴ് പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ, അവരുടെ കൂടെ ഒരു പാട്ട് പാടണം. ഒത്തിരി പേരോടും പാടാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇളയരാജയുണ്ട്, ARG ഉണ്ട്, അങ്ങനെ പല ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇമ്രാൻ്റെ ആ പാട്ട് കേട്ടിട്ട് ഇൻസ്പയർ ആയ മ്യൂസിക് ഡയറക്ടർ ആരാണ്? എനിക്ക് ആദ്യമായിട്ട് ഫിലിമിൽ ചാൻസ് തന്നത് നമ്മളെ പ്രിയപ്പെട്ട ജാസീഫ്.
അത് ഒന്നുമില്ല, പെട്ടെന്ന് ഞങ്ങൾ ഒരുപാട് ഷോ ഞങ്ങൾ പുറത്ത് ചെയ്യായിരുന്നു. സിംഗർ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരുപാട് ഷോ ഒരുമിച്ച് പുറത്ത് ചെയ്ത് ആ സമയത്ത് പറഞ്ഞ് നിനക്കൊരു പാട്ട് ഞാൻ തരുന്നുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് സീനിയേഴ്സ് എന്ന് പറയും മൂവിയിൽ ഒരു സോങ് പാടി. ഇത്തിരി ചക്കര നുള്ളിട്ടൊത്തിരി സ്നേഹം താ ശിക്കുമൊന്നാശിക്ക. ആ പാട്ട് ഇപ്പം എന്താ ഇൻസ്റ്റാഗ്രാം ഭയങ്കര വൈറലായിരിക്കും. പക്ഷെ ആർക്കും അറിയില്ല ഞാനാ പാടിയത്. അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ഒരു ഫിലിം പാടി, പക്ഷെ അത് കൊറോണ സമയത്ത് ഭാഗ്യം നമ്മൾ അന്നും കടാക്ഷിച്ചില്ല. കാരണം കൊറോണ ടൈം ആയതുകൊണ്ട് ആ ഫിലിം അങ്ങനെ ഒരുപാട് പോയില്ല. അതിൽ 2 സോങ് പാടി, ഒരു അടിപൊളിയും പാടി, ഒരു മെലഡിയും പാടി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. നമ്മളെ പ്രിയപ്പെട്ട സാനന്ദ് ജോർജ് എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു മ്യൂസിക്. അതേപോലെ നമ്മളെ സെന്തിൽ അഭിനയിച്ച പടമാണ്, ചാലക്കുടിക്കാരൻ ചെയ്ത സെന്തില്ലേ, സെന്തിൽ നായനായിട്ട് വന്ന പടമായിരുന്നു. പടം ഇറങ്ങി തിയേറ്ററിൽ തന്നെ റിലീസായി പടം. ആ സമയത്തായതുകൊണ്ട് അറിയാലോ. അതുകൊണ്ട് ആ ഒരു 2 പാട്ടും നല്ല 2 പാട്ടായിരുന്നു. ഒരു മെലഡിയും ഒരു ഫാസ്റ്റും. ഉമ്മ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടാൻ അല്ല ഇങ്ങനെ പാടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടോ? അതെങ്ങനെയാണ്? കാരണം തന്നെ ഞാൻ ഈ പാട്ട് പാടി തുടങ്ങി പറയുന്നില്ല, പണ്ട് കൊച്ചിലെ പാടുന്ന കാര്യം. പണ്ട് ടേപ്പ് റെക്കോർഡറിൽ പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും, കാസറ്റ് റെക്കോർഡ് ചെയ്യും, എന്നെ കൊണ്ട് പാടിപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആൾക്ക് മറ്റേ വ്യക്തി കേട്ടത്. വീട്ടിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ പുള്ളി പാസ് ചെയ്തപ്പോൾ കേട്ടു പാട്ട് പാടുന്നത്. അവിടെ നിന്നാണ് പിന്നെ തുടങ്ങിയത് മൊത്തം. ഇപ്പം വീണ്ടും നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വാളംപുളിയൊക്കെ ചേർത്ത് അതിൻ്റെ പുള്ളിച്ചൻ്റെ റോസ്റ്റായി ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഒന്നാക്കാനായിട്ട് ഒരല്പം തേങ്ങാപ്പാൽ. അതുപോലെ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ വേറെ എൻ്റെ വാപ്പായും അല്ല വാപ്പ കാരണമാണ് ശരിക്കും ഞാൻ സ്റ്റാർ സിംഗറിൽ ഇന്നായത് ആണ്. കാരണം വാപ്പ പറഞ്ഞ് ഇന്ന ഒരു പാട്ട് പാടി നീ പാടണം, പാടിയാലേ ഇത് ശരിയാവുള്ളൂ, ഫസ്റ്റ് അത് തന്നെ പാടണം. ആ പാട്ടിലേക്ക് വരാനുള്ള കാരണം നമ്മളൊരു കീബോർഡിസ്റ്റ് ഉണ്ട്, ഇപ്പം ഉമ്മ പറഞ്ഞു സംഗീതനൻ. സംഗീതനെ പറഞ്ഞാൽ ഈ പാട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ പാട്ട് പഠിച്ച് ഗാനമേളയ്ക്ക് പാടുന്ന സമയത്ത് സ്റ്റാർ സിംഗറിൽ പോകാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വാപ്പ പറഞ്ഞാൽ ഈ പാട്ട് തന്നെ നീ പാടിയാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഏത് പാട്ടായിരുന്നു? കീർത്തി ചക്രല്ല ഖുദാ സേ മന്നത്ത് ഹൈ മേരി लौटा दे जन्नत वो मेरी वो अमन वो चमन का नज़ारा. അപ്പോൾ ആ ഒരു പാട്ട് ആ ഒരു ഫ്ലോറിൽ പാടിയതാണ് ഞാൻ ഇന്ന എന്നുള്ള ഇപ്പോഴും വിശ്വസിക്കും. ഇപ്പോഴും ഗാനമേളയ്ക്ക് ചെന്നാലും എന്താ ആ പാട്ട് പാടാതെ വിടിയിപ്പിക്കില്ല. ആ പാട്ട് ഒരിക്കലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് പാടിപ്പിച്ചിരിക്കും. നമ്മുടെ കരിമീൻ അങ്ങനെ 2 സൈഡും ഗ്രില്ലായിട്ടുണ്ട്. ഈ മസാലയിലേക്ക് ഇനി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. യെസ്, ഇനിയിപ്പോൾ നമ്മൾ ആ മസാലയിൽ ഇത് ഒരു സൈഡിൽ ആ മസാലയിലായി. ഇനി ഇതിനെ ഇലക്കകത്തോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഫിഷിനകത്ത് ഓൾറെഡി ഇത് ആ ഒരു സോസിനകത്ത് ഒരു സൈഡ് സെറ്റായി. ഇനി തിരിച്ചിടുമ്പം എന്നിട്ട് ഇതിനെ ഇലയിലൊന്ന് പാക്ക് ചെയ്ത് പാനിനകത്തിട്ട് 2 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫിഷ് സെറ്റാണ്. നമ്മുടെ ഫിഷ് അങ്ങനെ ഇലക്കകത്തിരുന്ന് ഇങ്ങനെ പൊള്ളിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇമ്രാനും എൻ്റെ ആഗ്രഹം ഇനി എന്താ പറയുക, കുറേ ഫിലിമിൽ പാടണമെന്ന് തന്നെയാണ് ആഗ്രഹം. പറയില്ല അത് തന്നെയാണ് നമ്മുടെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു സോങ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് ഇമ്രാൻ പാടിയ പാട്ട് തിരിച്ചറിയുന്ന ഒരു പാട്ട് മതി. അത് വരും, അതെന്തായാലും വരും. ആ ഒരു ആഗ്രഹമുള്ള മനസ്സിൽ. ഇപ്പം ഈ പറഞ്ഞ കണക്ക് അത്ര ആ പാട്ട് അത്രയും ഫേമസ് ആണ്. ഏതാണ്? സീനിയേഴ്സിലെ സോങ്. അറിയില്ല ആർക്കും ഞാനാ പാടി, എല്ലായിടത്തും ഞാൻ പറഞ്ഞോളൂ ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ അനുരാധ ചേച്ചി പാടി ഫസ്റ്റ് പാടിക്കുന്ന പല്ലവി ഫുള്ള്, അത് ജാസി ചേട്ടൻ്റെ കുറവ്. അപ്പോൾ ഇവർ 2 പേരും വോയിസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇത് കഴിഞ്ഞിട്ട് അനുപല്ലവിൽ എൻ്റെ വോയിസ് വരുന്നത്. ആർക്കത് മനസ്സിലാവില്ല. അതാണ് ശരിക്കുള്ള സ്ഥലം എവിടെയാണ് നിങ്ങളുടെ? കൊല്ലത്ത് എവിടെയായിട്ട്? കൊല്ലം പള്ളിമുക്ക്. അപ്പോൾ കൊല്ലംകാരനായിട്ടുള്ളൊരു ഗായകൻ എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ വേദി വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അല്ലേ? അല്ല, ഞാൻ ഷെഫിൻ്റെ ഒരു കാര്യം ഞാൻ ഞെട്ടിപ്പോയത്. നമ്മൾ ഷെഫിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടിട്ട് അറിയില്ല ഷെഫ് എന്താണെന്നുള്ള അറിയില്ല. പക്ഷേ വന്ന് ആദ്യം എന്നെ കാണുമ്പോൾ ഷെഫിൻ്റെ അടുത്ത് വന്നിട്ട് അണ്ണാ അടിപൊളി പാട്ടാന്ന്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഷെഫിന് പുറാണെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് അണ്ണാന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചു അണ്ണാ താങ്ക്സ് അണ്ണാ. ഓർമ്മയുണ്ട് ഇവിടെ വെച്ചിട്ട്. കാരണം അങ്ങനെ ആ ഒരു കുട്ടിക്കലവറ ഭയങ്കര രസകരമായിട്ട് ഒത്തിരി പാട്ടും ഒരുപാട് കുക്കിങ്ങും കോമഡിയല്ലേ. എനിക്ക് ഷെഫ് അന്ന് ആ തന്ന ആ 3 ഫസ്റ്റാണ്. പിന്നെ ആ വീട്ടിൽ അതിനുശേഷം ഞാൻ തകർക്ക് വെച്ചു. വീട്ടിൽ പോയിട്ട് പിന്നെ കുക്കിങ്ങിലേക്ക് ഞാൻ അങ്ങ് ഇറങ്ങി. നമ്മുടെ ഫിഷ് ഓൾറെഡി നല്ല ഗ്രില്ലായിട്ട് വരുന്നുണ്ട് ഇവിടെ. വാഴയുടെ മണം ഇങ്ങ് വരുന്നു. സത്യം. ഇമ്രാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? എനിക്ക് ചിക്കൻ കറി, മീൻ കറി, അത് പിന്നെ പൊറോട്ട ആയിരുന്നു ഒരു സമയം വരെയും. ഇത് നമുക്കിനി ആ ഒരു ഫിഷ് ഓപ്പൺ പാനിനകത്ത് തന്നെ നമുക്ക് അത് ചെയ്യാം. ആ
ഹോൾ ഫിഷ് ഇത് ആ മസാല ഇരുന്ന് റോസ്റ്റ് ആയതാണ്. നല്ല ഇലക്കകത്ത് കൃത്യമായിട്ട് റോസ്റ്റായ ഫിഷാണ്. ഇമ്രാനെ, അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആദ്യം തന്നെ പറഞ്ഞു. കരിമീൻ ആദ്യം വെട്ടി വൃത്തിയായിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും നാരങ്ങാനീരും ലേശം വെള്ളം ചേർത്തൊന്ന് മറിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നു. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകൂട പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് നല്ലതായിട്ട് മസാലയാക്കി ഈ മസാല ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ലേശം വാളംപുളി ഒഴിക്കുന്നു. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആ സോസിനെ സെറ്റാക്കി വെക്കുന്നു. ഒരു പാനിൽ ലേശം വാഴയില വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ തൂവി ഈ മറിനേറ്റ് ചെയ്ത കരിമീൻ 2 വശം ഒരു 3 മിനിറ്റ് വീതം ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാലയിലിട്ട് റോസ്റ്റാക്കി ഒരു വലിയ വാഴയിലേക്ക് അത് പൊതിഞ്ഞ് ഒരു പാനിനകത്തിട്ട് 2 വശം കൂടെ ഒരു 3 മിനിറ്റ് വീതം ഗ്രില്ല് ചെയ്താൽ ഇതുപോലെ റോസ്റ്റ് ചെയ്ത കരിമീൻ പൊള്ളിച്ചതാവും. ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ്. സൂപ്പർ. രക്ഷയില്ല. അപ്പോൾ ഉമ്മേ, താങ്ക് യു സോ മച്ച്. സന്തോഷം വന്നതിൽ. ഞാൻ വീട്ടിൽ ഒരു ദിവസം വരുന്നുണ്ട്. ഉമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാൻ. നമ്മൾ എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് കൊല്ലംകാരാണ്. അപ്പോൾ എൻ്റെ വീട് തെക്കുംഭാവമാണ്. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലെത്തും. ഞാൻ എന്തായാലും ഒരു ദിവസം വീട്ടിൽ വരും. അപ്പോൾ കാണാം. ഇമ്രാൻ, ഇത് കൂടാണ്ട് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. പാചകം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ, കോട്ടയം ജില്ലക്കാരൻ. ഓൾറെഡി കുറേ അവാർഡൊക്കെ കിട്ടി പാചകത്തിൻ്റെ ഇടയിൽ. ഞാൻ 1-2 മത്സരത്തിലൊക്കെ കാണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ആദിത്യ കൃഷ്ണ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇടുന്ന സ്റ്റോറി വീഡിയോ ഒക്കെ കണ്ടിട്ട് ആദ്യം കമന്റ്സ് ഇതൊക്കെ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ അന്ന് ഇപ്പൊ ആള് വലുതായി. ഞാൻ ചെറുതായിരുന്നു. അല്ല, അന്ന് ഞാൻ ഇതിലും തീരെ ചെറിയൊരു പ്രായത്തിൽ കണ്ടതാണ്. അതുപോലെ കുക്കിംഗ്, പാചകം ഭയങ്കര ഇഷ്ടം. അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒരു ദിവസം കഴിക്കാൻ വരുന്നു. ഒരു മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തു ഇല്ലേ? എറണാകുളത്ത് വെച്ച് നടന്നു. ഇന്ന് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് ഇത്? തണ്ണിമത്തൻ്റെ അതിൻ്റെ ജ്യൂസ് വെച്ചുണ്ടാക്കിയ ദം ബിരിയാണി. ഒയ്യോ, തണ്ണിമത്തൻ്റെ ജ്യൂസ് വെച്ചിട്ട് ഇപ്പോൾ സാധാരണ നമുക്കറിയാം ചിക്കൻ്റെ സ്റ്റോക്ക് അല്ലെ മീറ്റിൻ്റെ സ്റ്റോക്കിലൊക്കെ കുക്ക് ചെയ്യാണ്. ഇത് ജ്യൂസിനകത്ത് കുക്ക് ചെയ്തെടുത്ത ബിരിയാണിയാണ്. കാലത്തിനകത്തൊക്കെ അടച്ചാണ്, ഒന്നും തുറന്നിട്ടില്ല. ഇന്ത്യ വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ഒരു അവാർഡ് കിട്ടി. എന്താണ് അവാർഡ് പറയൂ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇത് ഇന്ത്യ ബുക്ക് ഓഫ്. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലത്തെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഇത് അയച്ചതാ. ഇതിന് ആപ്ലിക്കേഷൻ അയച്ചായിരുന്നു. അപ്പം ഏകദേശം ഒരു കൊല്ലത്തെ ഇത് 365 വീഡിയോക്കാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. 352 വീഡിയോ അവർ അപ്രൂവ് ആക്കി. അങ്ങനെ ഇന്ത്യയിൽ ടീനേജിൽ ഏറ്റവും കൂടുതൽ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുട്ടി എന്നുള്ള ഒരു വർഷം എത്ര വീഡിയോ ആണ് ചെയ്തത്? 365. ഒരു വർഷം നമുക്കറിയാം 365 ദിവസമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമാണ്. ഈ കണ്ടന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുമ്പോൾ എനിക്ക് ഈസിയാണ്. അതല്ല, അതും കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ കുറേ സമയം എടുത്ത് ഇത് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുണ്ടാക്കി. ഞാനൊക്കെ ഇത് പ്രൊഫഷണലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ബുദ്ധിമുട്ടറിയാം. ഇതൊരു കുട്ടിയായിട്ടുള്ളത് വീട്ടിൽ ഇരുന്നത് 350 കണ്ടന്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് അതിന് അവാർഡ് വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. എന്താണ് ആഗ്രഹം? എന്താണ്? ഫുഡ് ഭയങ്കര, എനിക്ക് വെറൈറ്റി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതൊക്കെ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരും ഉണ്ടാക്കാനായിട്ട്. ആരാ കൂടുതൽ സപ്പോർട്ട്? അച്ഛനാണോ അമ്മയാണോ? അച്ഛനാണ് സപ്പോർട്ട് ചെയ്തത്. എന്നാ പറഞ്ഞാലും അത് വാങ്ങിച്ചോണ്ട് വരും. എല്ലാത്തിനും കട്ടക്ക് നിൽക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് എന്താവണം? ഒരു +2 കഴിയുമ്പം ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ എടുക്കാനാണ് ആഗ്രഹം. പിന്നെ ഇന്ത്യ മുഴുവൻ ഒന്ന് സഞ്ചരിച്ച് ഇന്ത്യയുടെ എല്ലാ വ്യത്യസ്തമായ ഭക്ഷണത്തിന്റെ രുചികളും എല്ലാം അറിഞ്ഞ് നമ്മുടെ നാടൻ ഭക്ഷണമായിട്ട് കമ്പൈൻ ചെയ്ത് എൻ്റെതായ റെസിപ്പികൾ ഈ ഒരു ഫീൽഡിന് കൊടുക്കാനായിട്ടൊരു ഇന്ത്യ മുഴുവൻ ഇന്ത്യൻ റീജിയൻ ക്വിസിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാവുന്നതിലധികമാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്ക് പോയി മൊത്തം ക്വിസിൻ അല്ലെ ഓരോ ഭാഗത്തേക്കുള്ള ഭക്ഷണങ്ങൾ കണ്ട് പിടിക്കാൻ അത്രമാത്രം ആയിരക്കണക്കിന് റെസിപ്പികളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വൈവിധ്യമായ ഓരോ സംസ്ഥാനത്ത് തന്നെ എത്രയും വ്യത്യസ്തമായ ഭക്ഷണമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ സഞ്ചരിച്ച് കണ്ട് പഠിച്ച് അത് കേരള ക്വിസിനുമായിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെതായ ഒരു പുതിയതൊക്കെ എടുക്കാനാണ് ആഗ്രഹം. ഇനി നമുക്ക് ബിരിയാണി എന്താണെന്ന് നോക്കട്ടെ അല്ലേ? ഞാൻ ദം പൊട്ടിച്ചിട്ടില്ല ഇതിന്റെ ഞാൻ റിസ്ക് എടുത്ത് ചെയ്ത് വന്നേക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് കൊണ്ടുവരുവാണ്. അതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്.
കറുത്ത നാരങ്ങ, ഇത് കരിനാരങ്ങ, ഇതിനകത്ത് മൊത്തം ഫ്യൂഷനാണ്. ഇത് എന്ത് മീറ്റ് അതിനകത്ത്? ഇതിൻ്റെ അകത്ത് ചെമ്മീനാണ്. ചെമ്മീൻ ദം ബിരിയാണി. ചെമ്മീൻ ബിരിയാണിയാണ്. ആ തണ്ണിമത്തൻ ജ്യൂസിൻ്റെ ടേസ്റ്റിനകത്ത് അറിയാം. അതുപോലെ സ്പൈസ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. റൈസ് കൃത്യമായിട്ട് കുക്കായിട്ടുണ്ട്. അടിപൊളി. ഇത് വെറൈറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷെഫ് എന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് തുടങ്ങുന്നത്? ഞാൻ തുടങ്ങാം. നല്ല ചോദ്യം. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ള ഒരു അക്കാഡമി തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പം എത്രയും വേഗത്തിൽ ഒരു കേരള ക്യുസിൻ അല്ലെങ്കിൽ കേരളയുടെ ഒരു പാചക അക്കാഡമി എൻ്റെ പേരിൽ ചെയ്യണം. ഒരുപാട് പേരെ പഠിപ്പിക്കണം. മറന്നുപോയ പല റെസിപ്പികൾ കണ്ടെത്തണം. ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭക്ഷണങ്ങളെല്ലാം പ്രിസർവ് ചെയ്ത് അവരെ അത് കൂടുതൽ ഈ ഒരു പ്രചാരത്തിൽ, വേൾഡ് വൈഡ് പ്രചാരത്തിലാക്കുന്ന എൻ്റെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ അവിടെയൊക്കെ മിക്കവാറും ഇദ്ദേഹം അവിടെ പഠിക്കേണ്ടി വരില്ല, പഠിപ്പിക്കാനായിട്ട് ഇയാളൊക്കെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ പ്രിൻസിപ്പളൊക്കെ ആക്കേണ്ട ആൾക്കാരാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെ എത്രയും വേഗം വരട്ടെ. ഓക്കെ. നീലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ നിറയെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. ഇമ്രാനെ തിരിച്ചറിയുന്ന രീതിയിൽ, എല്ലാവരും കേൾക്കുന്ന രീതിയിലൊരു പാട്ട് സിനിമയിൽ പാടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അത് എത്രയും വേഗം ഉണ്ടാവട്ടെ. അപ്പം ഇദ്ദേഹത്തിന് അത്രയും കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഇമ്രാൻ ആഗ്രഹിച്ച പാട്ട് എത്രയും വേഗത്തിൽ പാടി ഒരുപാട് ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റിയിട്ട് ഇങ്ങനെ ഹാപ്പിയാക്കി മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതുപോലെ ആദിത്യ, താങ്ക് യു സോ മച്ച്. ഇത് കണ്ടല്ലോ, ഈ ആളുടെ സ്കില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കഴിവിനെ കുറിച്ച് പറഞ്ഞു, അവൻ്റെ പാഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഡിക്കേഷൻ, അതിനുവേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്ക്, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഐ എം ഷുവർ ആദിത്യൻ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു മുതൽക്കൂട്ടായിട്ട് അത് ഇതേ ഇൻട്രസ്റ്റോടു കൂടി മുന്നോട്ട് പോയാൽ വലിയൊരു ഷെഫാവും. അത് കൂടാണ്ട് ഷെഫിനേക്കാളുപരി നമ്മുടെ കേരള ഭക്ഷണം അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. സോ രണ്ടുപേർക്കും താങ്ക് യു. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഗസ്റ്റുകളും കഥകളും ഭക്ഷണവും ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.